ഡിയർ സ്റ്റുഡൻസ്, സെക്കൻഡ് സെമസ്റ്റർ സൈക്കോളജിയിലെ ഇൻട്രൊഡക്ഷൻ ടു പ്രോബിലിറ്റി എന്ന സ്റ്റാറ്റിസ്റ്റിക്സ് പേപ്പറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ രണ്ടാമത്തെ സെഷനാണ് ഇൻട്രൊഡക്ഷൻ ടു പ്രോബിലിറ്റി എന്ന ക്ലാസ്സുമായിട്ട് വന്നിട്ടുള്ളത്. ആദ്യ സെഷനിൽ നമ്മൾ അതിൻ്റെ സിലബസ് അനാലിസിസ് ആണ് നടത്തിയിട്ടുള്ളത്. ഈ സെഷനിൽ നമ്മൾ മൊഡ്യൂൾ 1ലേക്ക് കടക്കുകയാണ്. നമ്മുടെ മൊഡ്യൂൾ 1ൻ്റെ പേരാണ് കോറിലേഷൻ. നമുക്ക് ആ കോറിലേഷൻ എന്ന് പറയുന്ന ആ ചാപ്റ്ററിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വേർഷനിലേക്ക് പോവാം. ഏകദേശം 15 മാർക്കോളം വരുന്ന ഒരു ചാപ്റ്റർ ആയിട്ടാണ് നമ്മുടെ കോറിലേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ ഉള്ളത്. അതിൽ നമുക്ക് ബൈവാരിയേറ്റ് ഡിസ്ട്രിബ്യൂഷൻ, സ്കാറ്റർ ഡയഗ്രാം, കാൾ പിയേഴ്സൺ കോഎഫിഷ്യൻ്റ് കോറിലേഷൻ, ലിമിറ്റ്സ് ഫോർ കോഎഫിഷ്യൻ്റ് കോറിലേഷൻ, അസംഷൻസ് അണ്ടർലൈൻ കാൾ പിയേഴ്സൺ കോഎഫിഷ്യൻ്റ് കോറിലേഷൻ ഇങ്ങനെയുള്ള ടോപ്പിക്സ് ആണ് കവർ ചെയ്യാനുള്ളത്. അതിൽ ഫസ്റ്റ് ടോപ്പിക്കായിട്ടുള്ള ബൈവാരിയേറ്റ് ഡിസ്ട്രിബ്യൂഷൻ കോറിലേഷൻ നമുക്കൊന്ന് പരിചയപ്പെടാം. ബൈവാരിയേറ്റ് പരിചയപ്പെടുന്നതിന് മുമ്പ് ആദ്യം നമ്മൾ യൂണിവാരിയേറ്റ് ഡാറ്റ അങ്ങനെ 2-3 ടേമുകൾ പരിചയപ്പെടുകയാണ്. ഫസ്റ്റ് അതിലെ ടേമാണ് യൂണിവാരിയേറ്റ് ഡാറ്റ. ദി ഡാറ്റ കൺസേൺഡ് വിത്ത് വൺ വേരിയബിൾ ഓൺലി ഈസ് കോൾഡ് യൂണിവാരിയേറ്റ് ഡാറ്റ. അതായത് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഡാറ്റ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു വേരിയബിൾ മാത്രമാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ സ്റ്റഡിയുടെ ഭാഗമായിട്ട് പ്രൈസ് മാത്രമാണ് സ്റ്റഡി ചെയ്യുന്നതെങ്കിൽ, കുട്ടിയുടെ മാർക്ക് മാത്രമാണ് സ്റ്റഡി ചെയ്യുന്നതെങ്കിൽ, ആളുകളുടെ ഇൻകം മാത്രമാണ് സ്റ്റഡി ചെയ്യുന്നതെങ്കിൽ, അങ്ങനെ ഏതെങ്കിലും വൺ വേരിയബിൾ മാത്രമാണ് നമ്മുടെ സ്റ്റഡിയിൽ യൂസ് ചെയ്യുന്നതെങ്കിൽ ആ ഡാറ്റയെ നമ്മൾ വിളിക്കുന്ന പേരാണ് യൂണിവാരിയേറ്റ് ഡാറ്റ. അതിൻ്റെ അനാലിസിസിനെ വിളിക്കുന്ന പേരാണ് യൂണിവാരിയേറ്റ് അനാലിസിസ്. ദി അനാലിസിസ് ഓഫ് യൂണിവാരിയേറ്റ് ഡാറ്റ ഈസ് കോൾഡ് യൂണിവാരിയേറ്റ് അനാലിസിസ്. ഒരുപാടൊന്നും നോക്കേണ്ട ആവശ്യമില്ല, പക്ഷെ നമുക്ക് എക്സാമിന് യൂണിവാരിയേറ്റ് അനാലിസിസ് എന്താണെന്ന് ചോദിച്ച് കാണാറുണ്ട്. അപ്പോൾ നിങ്ങൾ അനാലിസിസ് എഴുതി കൊടുക്കണമെങ്കിൽ ആദ്യം യൂണിവാരിയേറ്റ് ഡാറ്റ കൂടി എഴുതിയിട്ട് ശേഷം എഴുതുക. അപ്പം 2 സെൻറ്റൻസ് ആവും വിത്ത് എക്സാമ്പിൾ. അങ്ങനെ മാക്സിമം എഴുതാൻ ശ്രമിക്കണേ. യൂണിവാരിയേറ്റ് ഡാറ്റ എന്താണെന്ന് പറയാം, എന്നിട്ട് യൂണിവാരിയേറ്റ് അനാലിസിസ് എന്താണെന്ന് പറയാം. അപ്പോൾ വൺ വേരിയബിൾ ആണ് നമ്മൾ കൺസേൺ ചെയ്യുന്നതെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? യൂണിവാരിയേറ്റ് ഡാറ്റ. അതിൻ്റെ അനാലിസിസ് യൂണിവാരിയേറ്റ് അനാലിസിസ്. നമുക്ക് നമ്മുടെ രണ്ടാമത്തെ ടേമിലേക്ക് പോകാം. നമ്മുടെ സിലബസിലുള്ള ബൈവാരിയേറ്റ് ഡാറ്റ. ദ ഡാറ്റ കൺസേൺഡ് വിത്ത് 2 വേരിയബിൾസ്. നമ്മൾ നേരത്തെ 1 വേരിയബിൾ പറഞ്ഞു, ഇവിടെ എന്താ പറയുന്നത്? 2 വേരിയബിൾസ് ആണ് നമ്മൾ കൺസേൺ ചെയ്യുന്നതെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ബൈവാരിയേറ്റ് ഡാറ്റ. നോക്കി, കുട്ടികളുടെ ഹൈറ്റും വെയ്റ്റും, കുട്ടികളുടെ മാർക്കും പേഴ്സൻറ്റേജും, അല്ലെങ്കിൽ ഇൻകം കൺസംഷനും, പ്രൊഡക്റ്റിൻ്റെ പ്രൈസും ഡിമാൻഡും, ഇങ്ങനെ 2 വേരിയബിൾ തമ്മിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കൺസിഡർ ചെയ്യുന്നതെങ്കിൽ, സ്റ്റഡിയുടെ ഭാഗമായിട്ട് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് യൂണിവാരിയേറ്റ് ഡാറ്റ. ദെൻ ബൈവാരിയേറ്റ് ഡാറ്റ. ദെൻ ബൈവാരിയേറ്റ് അനാലിസിസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ദ അനാലിസിസ് ഓഫ് ബൈവാരിയേറ്റ് ഡാറ്റ. അതായത് ഈ 2 ഡാറ്റാസ് ആണ് നമ്മൾ അനാലിസിസിന് വേണ്ടി, സ്റ്റഡിക്ക് വേണ്ടി യൂസ് ചെയ്യുന്നതെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ബൈവാരിയേറ്റ് അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു മീനിങ്ങിലേക്ക് എത്തിപ്പെടാൻ രണ്ടും കൂടി ചേർത്ത് എഴുതാം. മൂന്നാമത് വരുന്നത് മൾട്ടിവാരിയേറ്റ് അനാലിസിസ് ആണ്. ഇവിടെ മൾട്ടിവാരിയേറ്റ് അനാലിസിസ് എന്ന് പറയുമ്പോൾ നമ്മൾ 3 or more വേരിയബിൾസ് ആണ് ഡാറ്റയുടെ ഭാഗമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അതായത് മാർക്കും സ്കോറും പേഴ്സൻറ്റേജും അറ്റ് എ ടൈം ഒരു സ്റ്റഡിയിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് 3 or more എന്ന് പറയും, 3 അതിൽ കൂടുതലോ. ഓക്കെ, ഹൈറ്റും വെയ്റ്റും ഏജും 3 നോക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെയുള്ളതിനാണ് നമ്മൾ മൾട്ടിവാരിയേറ്റ് ഡാറ്റ എന്ന് പറയുന്നത്. അതിൻ്റെ അനാലിസിസിനെ നമ്മൾ മൾട്ടിവാരിയേറ്റ് അനാലിസിസ് എന്നും പറയുന്നു. അങ്ങനെ നമ്മൾ യൂണിവാരിയേറ്റും ബൈവാരിയേറ്റും മൾട്ടിവാരിയേറ്റും പരിചയപ്പെട്ടു. ഇനി നമ്മൾ കോറിലേഷൻ അനാലിസിസ് എന്ന നമ്മുടെ ടോപ്പിക്കിലേക്ക് പോവുകയാണ്. കോറിലേഷൻ എന്ന് പറയുന്നുണ്ടെങ്കിൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ 2 വേരിയബിൾസ് ആണ്. 2 വേരിയബിൾസ് തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ റിലേഷൻഷിപ്പിനെയാണ് നമ്മൾ കോറിലേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നോക്കിയാൽ 2 or more വേരിയബിൾസ് ആർ സെഡ് ടു ബി കോറിലേറ്റഡ്. 2 അതിലധികമോ വേരിയബിൾസിനെ നമ്മൾ കോറിലേറ്റഡ് എന്ന് വിളിക്കണമെങ്കിൽ ഇഫ് ദ ചേഞ്ച് ഇൻ ദി വൺ വേരിയബിൾ റിസൾട്ട് ഇൻ കറസ്പോണ്ടിങ് ചേഞ്ച് ഇൻ ദി അനദർ വേരിയബിൾ. ഒരു വേരിയബിളിലുള്ള ചേഞ്ച് മറ്റൊരു വേരിയബിളിനെ ചേഞ്ചിലേക്ക് എത്തിക്കും. അതായത് ഇപ്പോൾ എക്സ് എന്ന ഡാറ്റയ്ക്ക് എന്തെങ്കിലും മാറ്റം വന്നാൽ വൈ ഓട്ടോമാറ്റിക്കായിട്ട് മാറും. നോക്കുക, പ്രൈസ് കൂടുമ്പോൾ ഡിമാൻഡ് കുറയും. വില കൂടുമ്പോൾ ഡിമാൻഡ് കുറയൂലേ? സ്വാഭാവികമാണ്. അതേപോലെ തന്നെ പ്രൈസ് കുറയുമ്പോൾ ഡിമാൻഡ് കൂടും. എന്തായാലും അവിടെ പ്രൈസ് മാറുമ്പോൾ, അതായത് ഒരു വേരിയബിളിൽ ചേഞ്ച് സംഭവിക്കുമ്പോൾ ആ സമയത്ത് എന്തു സംഭവിക്കുന്നുണ്ട്? കറസ്പോണ്ടിങ് ചേഞ്ചസ് അപ്പുറത്ത് സംഭവിക്കുന്നുണ്ട്. ഡിമാൻഡ് എന്ന അതർ വേരിയബിൾസിന് മാറ്റം വരുന്നുണ്ട്. ഇനി മാർക്ക് കൂടുമ്പോൾ പേഴ്സൻറ്റേജ് കൂടും. സ്വാഭാവികമായിട്ടും മാർക്ക് കുറയുമ്പോൾ പേഴ്സൻറ്റേജും കുറയും. അപ്പോൾ മാർക്കും പേഴ്സൻറ്റേജും തമ്മിൽ അവിടെ എന്തുണ്ട്? ഒരു ചേഞ്ച് നടന്നുകൊണ്ടിരിക്കുന്നത്. മാർക്കിൽ മാറ്റം വരുമ്പോൾ പേഴ്സൻറ്റേജിലും മാറ്റം വരുന്നുണ്ട്. ഇവിടെ പറയുന്നതെന്ന് വെച്ചാൽ വൺ വേരിയബിളിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് സംഭവിക്കുമ്പോൾ അതർ വേരിയബിളും ചേഞ്ച് ആവുന്നുണ്ട്. അത് പോസിറ്റീവായിട്ട് ചേഞ്ചോ നെഗറ്റീവായിട്ട് ചേഞ്ചോ എന്തോ ആയിക്കോട്ടെ, അങ്ങനെയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? കോറിലേഷൻ എന്നത്. ഓക്കെ, അപ്പോൾ കോറിലേഷൻ എന്ന് പറഞ്ഞ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ 2 വേരിയബിൾസ് ആണ് എന്ന് പറഞ്ഞു. ഇനി കോറിലേഷൻ അനാലിസിസ് എന്താണെന്നുള്ളത് 2 ഓതേഴ്സിൻ്റെ ഡെഫിനിഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കോട്ടായിട്ട്. സിപ്സൺ ആൻഡ് കാഫ്കയുടെ ഒരു ചെറിയ ഡെഫിനിഷൻ എന്ന് വെച്ചാൽ കോറിലേഷൻ അനാലിസിസ് എന്ന് പറഞ്ഞാൽ അസോസിയേഷൻ ബിറ്റ്വീൻ 2 or more വേരിയബിൾസ് ആണ്.
ടു ഓർ മോർ വേരിയബിൾസിൻ്റെ അസോസിയേഷനെയാണ്. അതുപോലെ ഡിഗ്രി ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വേരിയബിൾസ് എന്നാണ് ലങ്ചോ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ രണ്ട് ചെറിയ ഡെഫിനേഷനും കൂടി ചേർത്തിട്ടാണ് കോറിലേഷൻ അനാലിസിസ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് ഇപ്പം നമ്മൾ ഏതൊക്കെ ജസ്റ്റ് ഒരു കോറിലേഷൻ അനാലിസിസ് എന്ന ടേമിലേക്കാണ് നമ്മൾ വന്നിട്ടുള്ളത്. അതിലാദ്യം എന്താണ് ബൈവേരിയേറ്റ് ഡാറ്റ പരിചയപ്പെടാൻ വേണ്ടി യൂണിവേരിയേറ്റ് പറഞ്ഞു, ബൈവേരിയേറ്റ് പറഞ്ഞു, മൾട്ടിവേരിയേറ്റ് അനാലിസിസ് പറഞ്ഞു, ദെൻ കോറിലേഷൻ അനാലിസിസിലേക്ക് നമ്മൾ എത്തി. അടുത്ത് നമ്മൾ പരിചയപ്പെടുന്ന ടേമാണ് കോറിലേഷൻ കോഎഫിഷ്യൻറ്റ്. എന്താണ് കോറിലേഷൻ കോഎഫിഷ്യൻറ്റ് എന്ന ടേമിൽ നമുക്ക് നോക്കാം. ദി ന്യൂമറിക്കൽ മെഷർ ഷോയിങ് ദി ഡിഗ്രി ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു ഓർ മോർ വേരിയബിൾ ഈസ് കോൾഡ് കോറിലേഷൻ കോഎഫിഷ്യൻറ്റ്. നമ്മൾ കോറിലേഷൻ അനാലിസിസിൽ പറഞ്ഞു റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു ഓർ മോർ വേരിയബിൾസ്, അതായത് രണ്ട് വേരിയബിൾസ് തമ്മിൽ എന്തോരം റിലേഷൻഷിപ്പ് ഉണ്ട്, ആ റിലേഷൻഷിപ്പിനെയാണ് നമ്മൾ അവിടെ ഡിനോട്ട് ചെയ്യണമെങ്കിൽ ഇവിടെ ഡിഗ്രി ഓഫ് റിലേഷൻഷിപ്പ് എന്ത് ചെയ്യുക, മെഷർ ചെയ്യാണ്. ഇത് അത് ന്യൂമറിക്കൽ വാല്യൂവിലാണ് മെഷർമെൻറ്റ് നടക്കുന്നത്. അതിനെയാണ് കോറിലേഷൻ കോഎഫിഷ്യൻറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ന്യൂമറിക്കൽ മെഷർ showing the degree of relationship between two or more variables. Okay, then it is a numerical measure that show the strength, എന്നുള്ളത് TH വിട്ടുവിട്ടേ, സ്ട്രെങ്ത് ആൻഡ് ഡയറക്ഷൻ ഓഫ് ദി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു വേരിയബിൾസ്. രണ്ട് വേരിയബിൾസ് തമ്മിൽ എന്തോരം ആഴത്തിലാണ് അവരുടെ റിലേഷൻ കിടക്കുന്നത്, ഏത് ഡയറക്ഷനിലേക്കാണ് അവരുടെ റിലേഷൻഷിപ്പ് പോകുന്നത്, നേരെയാണോ ഓപ്പോസിറ്റ് ആണോ, ഒന്ന് കൂടുമ്പോൾ മറ്റത് കൂടുകയാണോ, ഒന്ന് കൂടുമ്പോൾ മറ്റത് കുറയുകയാണോ, അങ്ങനെ ഡയറക്ഷൻ ഏതാണ്, അതേപോലെ തന്നെ അതിൻ്റെ റിലേഷൻഷിപ്പിൻ്റെ സ്ട്രെങ്ത് എന്തോരുണ്ട്, ഇതൊക്കെ അറിയാനാണ് നമ്മൾ ഈ കോറിലേഷൻ കോഎഫിഷ്യൻറ്റ് കണ്ടെത്തുന്നത്. അപ്പോൾ അത് ന്യൂമറിക്കൽ മെഷറാണ് എന്ന് പറയാം. കോറിലേഷൻ കോഎഫിഷ്യൻറ്റ് റേഞ്ച് ബിറ്റ്വീൻ -1 ആൻഡ് +1. അപ്പോൾ അതിൻ്റെ അളവ് എങ്ങനെയാണ്, -1നും +1നും ഇടയിലായിരിക്കും അതിൻ്റെ റേഞ്ച് എന്നാണ് പറയുന്നത്. അഗെയിൻ സിഗ്നിഫിക്കൻസ് ഓഫ് കോറിലേഷൻ അനാലിസിസ് എന്നാണ്. അപ്പോൾ നമുക്ക് കോറിലേഷൻ അനാലിസിസ് സിഗ്നിഫിക്കൻസ് ആണ് പറയുന്നത്. ഇറ്റ് ഹെൽപ്സ് ടു ഫൈൻഡ് എ സിംഗിൾ ഫിഗർ ടു മെഷർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു വേരിയബിൾസ്. ഈ കോറിലേഷൻ അനാലിസിസ് നടത്തുകയാണെങ്കിൽ നമുക്ക് ടു ഫൈൻഡ് എ സിംഗിൾ ഫിഗർ, നമുക്ക് രണ്ട് ഡാറ്റകൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിന് ഒരു സിംഗിൾ ഫിഗറിൽ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. ദെൻ ഇറ്റ് ഹെൽപ്സ് ടു അണ്ടർസ്റ്റാൻഡ് ദി എക്കണോമിക്കൽ ബിഹേവിയർ, നമുക്കതിൻ്റെ എക്കണോമിക്കൽ ബിഹേവിയർ എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഹെൽപ്സ് ടു എസ്റ്റിമേറ്റ് കോസ്റ്റ്, പ്രൈസ് എക്സെട്ര. കോസ്റ്റും അതുപോലെ പ്രൈസൊക്കെ നമുക്ക് മുൻകൂട്ടി എന്ത് ചെയ്യാൻ പറ്റും, എസ്റ്റിമേറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അതായത് നമ്മൾ അത്രത്തോളം ഉള്ളത് കൊണ്ട് നമ്മൾ പറയില്ലേ, ഇത് കൂടുകയാണെങ്കിൽ ഇത് മറ്റത് കുറയായിരിക്കും, അല്ലെങ്കിൽ ഇത് കുറയുകയാണെങ്കിൽ ഇത് കൂടുമായിരിക്കും എന്ന രീതിയിൽ നമുക്കൊരു കൺക്ലൂഷനിൽ എത്താൻ പറ്റും. ദെൻ അടുത്ത പോയിന്റ് പറയുന്നുണ്ട്, ഇറ്റ് ഹെൽപ്സ് ഇൻ ഡിസിഷൻ മേക്കിംഗ്, തീരുമാനം എടുക്കാനും നമുക്ക് സാധിക്കും. ദെൻ ഇറ്റ് ഹെൽപ്സ് ഇൻ കമ്പയറിംഗ് ദി കോറിലേഷൻ കോഎഫിഷ്യൻറ്റ് വിത്ത് 6PE, പ്രോബിലിറ്റി എറർ എന്ന് പറഞ്ഞാൽ 6PU ആയിട്ട് കമ്പയർ ചെയ്യാൻ എന്താണെന്നൊക്കെ വിശദമായിട്ട് നമ്മൾ പഠിക്കാനുണ്ട്. അപ്പോൾ കോറിലേഷൻ കോഎഫിഷ്യൻറ്റിനെ, അതായത് ഈ പറയുന്ന ഡിഗ്രി അളവിനെ 6PU ആയിട്ട് കമ്പയർ ചെയ്യാനൊക്കെ നമുക്ക് സാധിക്കും ഇങ്ങനെ അനാലിസിസ് നടത്തുകയാണെങ്കിൽ. ഓക്കെ, അപ്പോൾ നമ്മൾ മാക്സിമം റിപ്പീറ്റ് ചെയ്ത് കേൾക്കാൻ നിങ്ങൾ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് ഒരു സിഗ്നിഫിക്കൻസ് ഓഫ് കോറിലേഷൻ അനാലിസിസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. ടോപ്പിക് ഇതാണ്, ടൈപ്സ് ഓഫ് കോറിലേഷൻ എന്നുള്ളതാണ്. കോറിലേഷൻ്റെ ടൈപ്സ് നമ്മുടെ മുമ്പിൽ 4ആണ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ടൈപ്സ് ഓഫ് കോറിലേഷൻ നമുക്ക് പഠിക്കാണ്ട്, ഡിഗ്രി ഓഫ് കോറിലേഷൻ നമുക്ക് പഠിക്കാണ്ട്, അതുപോലെ തന്നെ ടൈപ്സ് ഓഫ് സ്കാറ്റർ ഡയഗ്രം പഠിക്കാണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. സോ ശ്രദ്ധിച്ച് പഠിക്കുക കേട്ടോ. അപ്പോൾ ടൈപ്സ് നമ്മൾ ശ്രദ്ധിക്കുക. പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് കോറിലേഷൻ, സിമ്പിൾ പാർഷ്യൽ ആൻഡ് മൾട്ടിപ്പിൾ കോറിലേഷൻ, ലീനിയർ ആൻഡ് നോൺ ലീനിയർ കോറിലേഷൻ, സീറോ കോറിലേഷൻ. അപ്പോൾ ഈ പേര് പഠിക്കുമ്പോൾ തന്നെ ഒരെണ്ണത്തിൽ തന്നെ 2 എണ്ണം വരുന്നുണ്ട്, ശ്രദ്ധിക്കണം കേട്ടോ. പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് കോറിലേഷൻ നമുക്ക് നോക്കാം ഓരോന്നും. ഇവിടെ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് കോറിലേഷൻ ആദ്യത്തെ വരുന്നത് ഏതാണ്, പോസിറ്റീവ് കോറിലേഷനാണ്. അത് മേലേക്ക് അങ്ങോട്ട് കയറിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, എന്താ പോസിറ്റീവ് കോറിലേഷൻ എന്ന് പറഞ്ഞാൽ വെൻ വൺ വേരിയബിൾ ആർ വാരിയിങ് ഇൻ ദി സെയിം ഡയറക്ഷൻ. ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ഒരു വേരിയബിൾസ് എന്ത് ചെയ്യുന്നത്, വാരി ചെയ്യുന്നത്, വേരിയബിൾസ് ആർ വാരിയിങ്, അതായത് ചേഞ്ച് ചെയ്യുന്നത് സെയിം ഡയറക്ഷനിലാണെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് പോസിറ്റീവ് കോറിലേഷൻ. വേരിയബിൾസ് ചേഞ്ച് ആവുന്നത് ഒരേ ഡയറക്ഷനിലാണെങ്കിൽ. അപ്പോൾ ഞാൻ താഴെ ഒന്നുകൂടി പറയുകയാണെങ്കിൽ, ഇഫ് ആൻ ഇൻക്രീസ് ഇൻ ദി വാല്യൂ ഓഫ് വൺ വേരിയബിൾ, ഒരു വേരിയബിളിൽ കൂടുകയാണെങ്കിൽ അക്കമ്പൈൻഡ് ബൈ ദി ഇൻക്രീസ് ഇൻ ദി വാല്യൂ ഓഫ് അതർ വേരിയബിൾ, അപ്പോൾ മറ്റു വേരിയബിളും എന്ത് ചെയ്യുക, കൂടുക തന്നെ ചെയ്യുക. അതായത് മാർക്ക് കൂടുമ്പോൾ പെർസെൻറ്റേജ് കൂടുക, വേറെ എന്തെങ്കിലും ഹൈറ്റ് കൂടുമ്പോൾ വെയിറ്റ് കൂടുക, അങ്ങനെയാണെന്ന് കരുതുക. അപ്പോൾ ആ ഇൻക്രീസ് ആണ് സംഭവിക്കുന്നതെങ്കിൽ അതിനെ നമ്മൾ സെയിം ഡയറക്ഷനല്ലേ, അതായത് ഒരു വേരിയബിളിൻ്റെ അതേ ഡയറക്ഷനിലല്ലേ മറ്റേ വേരിയബിൾ ചേഞ്ച് സംഭവിച്ചത്, കൂടുക തന്നെയല്ലേ ചെയ്യുന്നത്. ഇനി ഡിക്രീസ് ഇൻ ദി വാല്യൂ ഓഫ് വൺ വേരിയബിൾ അക്കമ്പൈൻഡ് ബൈ ഡിക്രീസ് ഇൻ ദി വാല്യൂ ഓഫ് അതർ വേരിയബിൾ, മാർക്ക് കുറയണു, പെർസെൻറ്റേജ് കുറയണു.
ഹൈറ്റ് കുറയണു, വെയിറ്റ് കുറയണു. അപ്പോൾ ഒരിടത്ത് കുറയാണ് ചെയ്യുന്നത്, അതൊന്നും പ്രശ്നമില്ല. പക്ഷെ അതുപോലെ തന്നെ അപ്പുറത്തും സംഭവിക്കണം. അപ്പോൾ ഒരേ ഡയറക്ഷനിലാണ് ചേഞ്ച് സംഭവിക്കണമെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണെന്ത്? പോസിറ്റീവ് കോറിലേഷൻ. ഇപ്പോൾ പോസിറ്റീവ് കോറിലേഷൻ എന്ന് പറയുമ്പോൾ ഒരേ ഡയറക്ഷൻ ശ്രദ്ധിക്കണം. പോസിറ്റീവ് പറഞ്ഞാൽ സെയിം ഡയറക്ഷൻ, നെഗറ്റീവ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ. നോക്കിയേ, ഇവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഇൻക്രീസ് സംഭവിക്കുക, ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. 20യിൽ നിന്നും 30, 40, 50, 60 അങ്ങനെ കൂടി കൂടി പോവുകയാണ്. ഓട്ടോമാറ്റിക്കായിട്ട് ബി സംഭവിക്കുന്നത് നോക്കിയാൽ ബിയും എന്ത് ചെയ്യാനാണ്? 50 ആയിരുന്നു ആദ്യം, അത് 60 ആയി, 70 ആയി, 80 ആയി, 90 അല്ലേ? അപ്പോൾ ബിയും കൂടിക്കൊണ്ടിരിക്കുക. അല്ലാതെ എയും ബിയെയും തമ്മിൽ കമ്പയർ ചെയ്യരുത്. 20, 50 ആയി, 30, 60 ആയി അങ്ങനെ കമ്പയർ ചെയ്യരുത്. എയുടെ വിലകൾ ഓരോ ഘട്ടം ഘട്ടമായിട്ട് കൂടുമ്പോൾ അതുപോലെ ബിയുടെ വിലകളും കൂടുന്നു എന്ന് മനസ്സിലാക്കുക. അതേപോലെ തന്നെ ഡിക്രീസിലേക്ക് നോക്കിയേ, എയുടെ വിലകൾ കുറയാണ് ചെയ്യുന്നത്. അടുത്ത എക്സാമ്പിൾ നോക്കുക. എയുടെ വില 50, 40, 30, 20 അങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരുന്നു. സ്വാഭാവികമായിട്ടും പിയുടെ വില അവിടെ എന്ത് ചെയ്യാണ്? കുറയാണ് ചെയ്യുന്നത് അല്ലേ? നോക്കിയേ, 60, 50, 40. അപ്പോൾ ഒരേ ഡയറക്ഷനിലേക്കാണ് അവിടെ ഡിക്രീസ് ആണ് സംഭവിക്കണമെങ്കിൽ പോലും ഡിറക്ഷൻ എന്താണ്? സെയിം ആണ്. അതിനെ വിളിക്കുന്ന പേരാണ് പോസിറ്റീവ് കോറിലേഷൻ. അപ്പോൾ പോസിറ്റീവിന്റെ അർത്ഥം സെയിം ഡയറക്ഷൻ. അടുത്തതിലേക്ക് പോവാം നമുക്ക്. നെഗറ്റീവ് കോറിലേഷൻ ആണ്. നെഗറ്റീവ് കോറിലേഷൻ എന്ന് പറഞ്ഞാൽ വെൻ ദ വേരിയബിൾസ് ആർ വേരിയിങ് ഇൻ ദി ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അടി വരച്ച് പഠിക്കണേ. വേരിയബിൾസ് വേരി ചെയ്യുന്നുണ്ട്, പക്ഷെ അത് ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. അത് പ്രൈസ് കൂടുമ്പോൾ ഡിമാൻഡ് കുറയും, വേറെ ഹൈറ്റ് കൂടുമ്പോൾ വെയിറ്റ് കുറയുന്നു. അങ്ങനെ ഒരു ഇടത്ത് മാറ്റം മേലേക്കാണ് കയറുന്നത് വെച്ചാൽ മറ്റിടത്ത് മാറ്റം താഴേക്ക്. രണ്ടിടത്തും ചേഞ്ച് സംഭവിക്കുന്നുണ്ട്, പക്ഷെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണ് ചേഞ്ച് സംഭവിക്കുന്നത്. ശ്രദ്ധിച്ച് നോക്കിയേ, ഇഫ് ആൻ ഇൻക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് വൺ വേരിയബിൾ, ഒരു വേരിയബിൾ ഇൻക്രീസ് ചെയ്യുമ്പോഴേ ദി ഡിക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് അതർ വേരിയബിൾ, മറ്റേ വേരിയബിൾ എന്താണ്? ഡിക്രീസ് ആണ് സംഭവിക്കുന്നത്. ഇനിയോ, ഇഫ് ആൻ ഡിക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് വൺ വേരിയബിൾ, ഒരു വേരിയബിൾ ഡിക്രീസ് ആണ് സംഭവിക്കുന്നതെങ്കിൽ അതർ വേരിയബിൾ അവിടെ ഇൻക്രീസ് ആണ് സംഭവിക്കുന്നത്. അപ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. എക്സാമ്പിൾ നോക്കുമ്പോൾ ഒന്നും കൂടി വ്യക്തമാവേ. കണ്ടോളൂ, നോക്കിയേ, ഇവിടെ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് നെഗറ്റീവ് കോറിലേഷൻ പറയുന്നുണ്ട്. ഇപ്പോൾ എയും ബി എന്ന് പറഞ്ഞാൽ ഒരു എക്സാമ്പിൾ നോക്കിയേ. എ എന്ത് ചെയ്യാണ്? കുറയാണ്. 20, 30 ആയി, കൂടുകയാണ്. 20, 30 ആയി, 30, 40 ആയി, 40, 50 ആയി, അതിങ്ങനെ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുക. ബി ഡിക്രീസാണ് സംഭവിക്കുന്നത്. ബി 40, 20 ആയി, 20, 10 ആയി, 10, 5 ആയി, ഇതിങ്ങനെ അത് ഡിക്രീസ് ലെവലിലേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇനി അതർ എക്സാമ്പിൾ നോക്കിയേ. എ കൂടിക്കൊണ്ടിരിക്കുക, ആദ്യം ഇൻക്രീസാണ് സംഭവിക്കുന്നത് അല്ലേ? എ ഡിക്രീസ് ആണ് സംഭവിക്കുന്നത്. 50, 40, 30, 20 ഓട്ടോമാറ്റിക്കായിട്ട് അപ്പുറം സംഭവിക്കുന്ന ചേഞ്ച് അവിടെ സംഭവിക്കുന്നുണ്ട്, പക്ഷെ അവിടെ ഇൻക്രീസാണ് സംഭവിക്കുന്നത്. അവിടെ ആദ്യം കുറവായിരുന്നു, പിന്നെ കൂടി അങ്ങനെ പോവുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എക്സാമ്പിളിലേക്ക് ശരിക്കും നോക്കുക. ഇവിടെ എയും ബിയും എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ചേഞ്ചാണ് സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിന് നെഗറ്റീവ് കോറിലേഷൻ. അവർ റിലേഷൻഷിപ്പ് ഉണ്ട്, കാരണം ഒരാളുടെ മാറ്റം മറ്റാളെ നല്ലോണം അഫക്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ പറയും ഇവളെ അടിച്ചാൽ അവൾക്ക് വേദനയാവും, അല്ലെങ്കിൽ അച്ഛനടിച്ചാൽ മകന് വേദനയാവും എന്നൊക്കെ പറയുന്ന പോലെ ഒരു റിലേഷൻ ഇവിടെ തമ്മിലുണ്ട്. പക്ഷെ അവിടെ ഒന്നിൻ്റെ മാറ്റം മറ്റതിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ടെന്ന് വേറൊരു രീതിയിലൂടെയാണ്, ഓപ്പോസിറ്റ് ലെവലിലാണ്. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ കാറ്റഗറി ഇവിടെ കഴിഞ്ഞു. രണ്ടാമത്തതാണ് വരുന്നത് സിമ്പിൾ, പാർഷ്യൽ ആൻഡ് മൾട്ടിപ്പിൾ കോറിലേഷൻ എന്ന് പറയുന്നത്. സിമ്പിൾ കോറിലേഷൻ എന്ന് പറയുമ്പോൾ നോക്കിയേ, ഇഫ് ഓൺലി 2 വേരിയബിൾസ്. ശ്രദ്ധിക്കണം, സിമ്പിൾ ഓൺലി 2. ബൈവാരിയേറ്റും യൂണിവാരിയേറ്റും പഠിച്ച പോലെ പഠിക്കരുത്. യൂണിവാരിയേറ്റ് എന്ന് പറയുമ്പോൾ ഓൺലി 1 ആണ്, ബൈവാരിയേറ്റ് 2 ആണ്. അപ്പം അങ്ങനെ ഇവിടെ ചിന്തിക്കരുത്. ഓർക്കേണ്ട കാര്യം അത് വാരിയേറ്റ് ഡാറ്റയാണ്. ഇവിടെ എന്താ ഓർക്കേണ്ട കാര്യം വെച്ചാൽ ഇത് കോറിലേഷനാണ്. കോറിലേഷൻ എന്ന് പറഞ്ഞാൽ റിലേഷൻഷിപ്പ് അല്ലേ? റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ 2 എണ്ണം വേണ്ടേ? 2 വേരിയബിൾ ഉണ്ടെങ്കിൽ അല്ലേ റിലേഷൻ ഉണ്ടാവുള്ളൂ. അങ്ങനെ ഓർത്താൽ മതി. അതിലേറ്റവും ചെറുതാരാ? ആ 2 ടീം. അപ്പോൾ സിമ്പിൾ കോറിലേഷൻ എന്ന് പറഞ്ഞാൽ ഇഫ് ഓൺലി 2 വേരിയബിൾസ് ആർ സ്റ്റഡീഡ്. ഓക്കെ, നമ്മുടെ സ്റ്റഡിയിൽ ഓൺലി 2, അതായത് മെയിൻ കോറിലേഷൻ ടീമായിട്ടുള്ള 2ആണ് സ്റ്റഡി ചെയ്യണമെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് സിമ്പിൾ കോറിലേഷൻ. നോക്കിയേ, സ്റ്റഡി ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രൈസ് ആൻഡ് ഡിമാൻഡ്, അത് മാത്രമേ നോക്കുന്നുള്ളൂ. അല്ലെങ്കിൽ മാർക്ക് ആൻഡ് പെർസെൻറ്റേജ്, അത് മാത്രമേ നോക്കുന്നുള്ളൂ. അതിനെ വിളിക്കുന്ന പേരാണ് സിമ്പിൾ കോറിലേഷൻ. ഓൺലി 2 വേരിയബിൾ. 2 എന്ന് പറയാൻ കാരണം ഒരു റിലേഷൻഷിപ്പിൽ, ഒരു കോറിലേഷനിൽ 2 വേരിയബിൾ ആണ് ഏറ്റവും ചെറുത്. രണ്ടാമത് പാർഷ്യൽ കോറിലേഷൻ. ഇവിടെ ഇഫ് മോർ ദാൻ 2, പാർഷ്യൽ എന്ന് പറയുമ്പോൾ എന്താ? 2വിനേക്കാളും കൂടുതലാണ്. മോർ ദാൻ 2 വേരിയബിൾസ് ആണ് സ്റ്റഡിക്ക് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? പാർഷ്യൽ കോറിലേഷൻ. പേരുമായിട്ടൊരു റിലേഷൻ ഇല്ല കേട്ടോ, എങ്കിലും ഇങ്ങനെ ഘട്ടത്തിൽ പഠിക്കുക. സിമ്പിൾ, പാർഷ്യൽ, മൾട്ടിപ്പിൾ പഠിക്കുക. അപ്പോൾ 2 ആണ് സിമ്പിൾ, പാർഷ്യൽ 2 ഓർ മോർ ആണ്, അതായത് മോർ ദാൻ 2 ആണ്. നോക്കിയേ, നമ്മൾ എന്താണ് മാർക്കും സ്കോറും പേഴ്സൻറ്റേജും എടുക്കുന്നുണ്ട്. നേരത്തെ എന്ത് മാത്രം എടുത്തിട്ടുള്ളൂ? സിമ്പിളിൽ മാർക്കും പെർസെൻറ്റേജ് മാത്രം. ഇവിടെ മാർക്കും സ്കോറും പേഴ്സൻറ്റേജ് എടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ അഗ്രികൾച്ചറും റെയിൻഫോളും സോയിലും എല്ലാം നോക്കിയിട്ടാണ് സ്റ്റഡി നടത്തുന്നത്. പ്രൈസും ഡിമാൻഡും സപ്ലൈയും നോക്കുന്നുണ്ടാവും. അങ്ങനെ നമ്മുടെ മുമ്പിൽ സ്റ്റഡിക്ക് വേണ്ടി നമ്മൾ 2ൽ കൂടുതൽ ഡാറ്റ എടുക്കുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് പാർഷ്യൽ കോറിലേഷൻ.
അടുത്തത് വന്നിട്ട് മൾട്ടിപ്പിൾ കോറിലേഷൻ ആണ്. മൾട്ടിപ്പിൾ കോറിലേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം മൾട്ടിപ്പിൾ മോർ ദാൻ 3 ആണ്. മോർ ദാൻ 3 വേരിയബിൾസ് ആണ് നമ്മുടെ സ്റ്റഡിയുടെ ഭാഗമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് മൾട്ടിപ്പിൾ കോറിലേഷൻ. അപ്പോൾ എ സ്റ്റഡി ഓഫ് ദി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഹൈറ്റ്, വെയിറ്റ്, ഏജ് ആൻഡ് ഐക്യു. നോക്കി ഇവിടെ ഒരുപാട് ഡാറ്റകൾ അറ്റ് എ ടൈം ഒരു അനാലിസിസിന്, ഒരു റിലേഷൻഷിപ്പിന് അനലൈസ് ചെയ്യാൻ നമ്മൾ എടുക്കുന്നുണ്ട്. ഓക്കെ, മാർക്ക്, സ്കോർ, പേഴ്സൻറ്റേജ് ആൻഡ് ഗ്രേഡ്. അപ്പോൾ ഈ 4 നമ്മൾ ഒരു സമയത്ത് എടുക്കുന്നത്. അപ്പോൾ മോർ ദാൻ 3 കേട്ടോ. അപ്പോൾ അങ്ങനെ വേണം നമ്മൾ എന്ത് ചെയ്യാൻ, പഠിക്കാൻ. അപ്പോൾ എന്തായി, സിമ്പിള്, പാർഷ്യല്, മൾട്ടിപ്പിള് ആയി. ഇനി അപ്പം 2 ടൈപ്പ് അവിടെ കഴിഞ്ഞു കേട്ടോ. സിമ്പിളും പാർഷ്യലും മൾട്ടിപ്പിളും പറഞ്ഞു. സിമ്പിള് 2 വേരിയബിള്, പാർഷ്യല് മോർ ദാൻ 2 വേരിയബിള്, മൾട്ടിപ്പിള് മോർ ദാൻ 3 വേരിയബിൾ. ഇനി ലീനിയർ ആൻഡ് നോൺ ലീനിയർ ആണ് പറയുന്നത്. ലീനിയർ ആൻഡ് നോൺ ലീനിയർ കോറിലേഷനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങളുടെ അടുത്ത് ഞാൻ പോസിറ്റീവിനും നെഗറ്റീവിനും പറഞ്ഞെന്ന് പറഞ്ഞു. സെയിം ഡയറക്ഷൻ ആണെങ്കിൽ പോസിറ്റീവ്, ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ നെഗറ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ റേഷ്യോ ഓഫ് ചേഞ്ച് ആണ് ഉദ്ദേശിക്കുന്നത്, ഡയറക്ഷൻ അല്ല, എവിടേക്ക് പോകണു എന്നുള്ളതല്ല. ആ ചേഞ്ച് സംഭവിക്കുമ്പോൾ ആ ചേഞ്ചിൻ്റെ ആ റേഷ്യോ ഉണ്ടല്ലോ, അതിനെ ആണ് നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നത്, അളക്കണത്. ഇഫ് ദി റേഷ്യോ ഓഫ് ചേഞ്ച് ബിറ്റ്വീൻ 2 സെറ്റ് ഓഫ് വേരിയബിൾ ഈസ് സെയിം. അതായത് ഒന്നാമത്തെ വേരിയബിളിലേക്ക്, എക്സാമ്പിളിലേക്ക് നോക്കുക കേട്ടോ. 10 ആദ്യം, പിന്നെ അത് 20 ഓക്കെ. അപ്പോൾ 10 നിന്ന് 20 വന്നപ്പോൾ എത്ര മാറ്റമുണ്ട്? 10 മാറ്റമുള്ളത്. ഇതേ മാറ്റം തന്നെയാണോ ബിയുടെ ഡാറ്റയുടെ ആദ്യത്തെ ചേഞ്ച് നോക്കുക. 8 18 വന്നപ്പോൾ അവിടെയും 10 മാറ്റമല്ലേ ഉള്ളത്. അപ്പോൾ എയിൽ വന്ന ചേഞ്ചിൻ്റെ റേഷ്യോയും ബിയിൽ വന്ന ചേഞ്ചിൻ്റെ റേഷ്യോയും ഈക്വൽ അല്ലേ? ഓർക്കുക. അപ്പോൾ റേഷ്യോ ഓഫ് ചേഞ്ച് ബിറ്റ്വീൻ 2 സെറ്റ് ഓഫ് വേരിയബിൾസ് സെയിം ആണെങ്കിൽ അതിനെ ലീനിയർ കോറിലേഷൻ എന്ന് പറയാം. എയിൽ മാറ്റം വരുന്നുണ്ട്, ബിയിലും മാറ്റം വരുന്നുണ്ട്, അതും ഒരേ അളവിലാണ് മാറ്റം വരുന്നത്. ഓക്കെ, ഇനി അത് കുറയണതല്ലേ നമുക്ക് ചിന്തിക്കാം. ഇപ്പോൾ 20 നിന്ന് താഴേക്ക് 15 കുറഞ്ഞു. ഓക്കെ, കുറഞ്ഞു. 20 നിന്ന് താഴേക്ക് 15 കുറഞ്ഞു. അപ്പുറത്ത് ബിയിൽ 25 നിന്നും താഴേക്ക് 20 കുറഞ്ഞു. രണ്ടിടത്തും 5 വ്യത്യാസമല്ലേ കുറവിൽ വന്നിട്ടുള്ളത്. സംഭവം കുറവാണ്, നോ പ്രോബ്ലം. പക്ഷേ അവിടെ എന്താണ് സംഭവിച്ചിട്ടുള്ളത്? അവരുടെ റേഷ്യോ ഒരേപോലെയല്ലേ. അപ്പോൾ റേഷ്യോ ഒരേപോലെയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ലീനിയർ കോറിലേഷൻ എന്ന് പറഞ്ഞത്. ചേഞ്ച് റേഷ്യോ ഒരേപോലെയാണെങ്കിൽ. ഓക്കെ, അപ്പോൾ റേഷ്യോ ഓഫ് ചേഞ്ച് ബിറ്റ്വീൻ എ ആൻഡ് ബി ആർ സെയിം എന്ന് പറയണം. അങ്ങനെയാണെങ്കിൽ നോൺ ലീനിയറിലേക്ക് പോവാം. നോൺ ലീനിയർ എന്ന് പറയുമ്പോൾ ഇഫ് ദി റേഷ്യോ ഓഫ് ചേഞ്ച് ഇൻ 1 വേരിയബിൾ, അതായത് എയുടെ 2 4 അങ്ങനെ പോണതിൽ, അതേപോലെ ബിയിലെ 8 അങ്ങനെ 11 പോകും. അതിൻ്റെയൊക്കെ ഫസ്റ്റ് എക്കും ബിക്കും സംഭവിച്ച ആ ചേഞ്ചിൻ്റെ റേഷ്യോ ഡസ് നോട്ട് ബ്രിങ് ദി സെയിം റേഷ്യോ ഓഫ് ദി ചേഞ്ചസ് ഇൻ ദ അതർ വേരിയബിൾ. അപ്പുറത്തെ വേരിയബിളിലെ മാറ്റത്തിനെ പോലെ ഒരുപോലെയല്ല. നോക്കിയേ, എയിൽ 2 നിന്നും 4 മാറി. അപ്പോൾ 2 അവിടെ കൂടിയത്. ഓക്കെ ആണല്ലോ. ബിയിലോ 8 നിന്നും 11 കൂടിയത്. അവിടെ 2 കൂടിയത്, 3 കൂടിയത്. തൊട്ട് എക്സാമ്പിൾ നോക്കുക. 4 നിന്നും 6 മാറി. 2 അവിടെ കൂടിയിട്ടുള്ളത്. പക്ഷേ 11 നിന്നും ഇവിടെ 7 കൂടി 18 മാറി. അപ്പോൾ അവർ കൂടുന്നുണ്ട്, ഡയറക്ഷനൊക്കെ ഓക്കെയാണ്. പക്ഷെ അവിടെ എന്ത് ശരിയല്ല? അവരുടെ ചേഞ്ച് റേഷ്യോ ശരിയല്ല. ചേഞ്ച് സംഭവിക്കുന്നുണ്ട്, പക്ഷെ ചേഞ്ച് റേഷ്യോ ഈക്വൽ അല്ല. അപ്പോൾ ചേഞ്ച് റേഷ്യോ ഈക്വൽ അല്ലെങ്കിൽ അവിടെ വിളിക്കുന്ന പേരാണ് എന്ത്? നോൺ ലീനിയർ കോറിലേഷൻ. ഓക്കെ ആണല്ലോ. അപ്പോൾ ചേഞ്ച് റേഷ്യോ ഈക്വൽ ആണെങ്കിൽ ലീനിയർ കോറിലേഷന്, ചേഞ്ച് റേഷ്യോ ഡിഫറെൻ്റ് ആണെങ്കിൽ നോൺ ലീനിയർ കോറിലേഷൻ. അപ്പോൾ ഇതാണ് നമ്മുടെ ടൈപ്സ് ഓഫ് കോറിലേഷൻ എന്ന ഭാഗത്ത് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ നമ്മൾ പേരുകൾ ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പോസിറ്റീവ് കോറിലേഷൻ, നെഗറ്റീവ് കോറിലേഷൻ എന്ന് വെച്ചാൽ സെയിം ഡയറക്ഷൻ ആണെങ്കിൽ പോസിറ്റീവ് കോറിലേഷൻ, ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ നെഗറ്റീവ് കോറിലേഷൻ. ദെൻ സിമ്പിൾ, പാർഷ്യൽ ആൻഡ് മൾട്ടിപ്പിൾ. സിമ്പിൾ എന്ന് പറയുമ്പോൾ 2 വേരിയബിൾസ് ആണ് സ്റ്റഡിക്ക് യൂസ് ചെയ്യുന്നതെങ്കിൽ സിമ്പിൾ, 2 or more ആണെങ്കിൽ പാർഷ്യൽ, മോർ ദാൻ 3 ആണെങ്കിൽ മൾട്ടിപ്പിൾ. ദെൻ ലീനിയർ, സെയിം റേഞ്ച് റേഷ്യോ ആണ്, ചേഞ്ച് റേഷ്യോ സെയിം ആണെങ്കിൽ അതിനെ ലീനിയർ എന്നും, ഡിഫറെൻ്റ് ആണെങ്കിൽ നോൺ ലീനിയർ. ഇനി ഒരു റിലേഷനും ഇല്ലാത്തതിനെ വിളിക്കുന്ന പേരാണ് സീറോ കോറിലേഷൻ, നോ കോറിലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിനി ടൈപ്സ് കഴിഞ്ഞു. ഇനി ഡിഗ്രി ഓഫ് കോറിലേഷൻ എന്ന ഭാഗത്തേക്ക് പോകാനുണ്ട്, നോക്കാം.